പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവരും സുരക്ഷിതരാണെന്ന് കരുതുന്നു. ഇന്നലെ മുതൽ ഏറെ ആശങ്കയിലാണ് നമ്മളെല്ലാവരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും. ഈ സ്ഥിതിവിശേഷം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇറാനിലെ പരമോന്നത നേതാവ് ഈ യുദ്ധക്കെടുതിയിൽ മരണപ്പെട്ട വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ഇസ്രായേലിനെ ഒരിക്കലും അംഗീകരിക്കാത്ത നേതാവായിരുന്നു. സയനിസ്റ്റിന്റെ അന്ത്യം ലക്ഷ്യം വെച്ചിരുന്ന, അതിനായി സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയിരുന്ന ശക്തനായ നേതാവായിരുന്നു. ഒരു രാജ്യത്തേക്ക് ആയുധങ്ങളുമായി കടന്നു ചെന്ന് അവിടെ പ്രൈമറി സ്കൂളുകൾക്ക് പോലും ബോംബിട്ട് 100-ൽ പരം കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരിക്കുന്നത്. പലസ്തീനിലും ഈ ഭീകരാക്രമണം നമ്മൾ നിരന്തരം ഏതാനും വർഷം വരെ കണ്ടിരുന്നതാണ്. ഒരു പാതിരാക്ക് ഉറങ്ങിക്കിടന്ന വെനസ്വേലൻ പ്രസിഡന്റിനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോവുകയും തടങ്കിലാക്കുകയും ചെയ്ത ട്രംപിൻ്റെ ഭീകരത ഇന്നും തുടരുന്നു. ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് ഇപ്പോൾ GCCയിലും സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ അമേരിക്കയുടെ എല്ലാ ക്യാമ്പുകളിലേക്കും ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചില ആക്രമണങ്ങൾ സാധാരണ ജനങ്ങളിലേക്കും വഴിതെറ്റി വീഴുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരൊറ്റ ചിത്രം മാത്രമേ ഓർമ്മയുള്ളൂ. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ശക്തിയെ, ആ കൂട്ടായ്മയെ, അഥവാ സോവിയറ്റ് യൂണിയനെ. ആ ലോക സൂപ്പർ പവർ നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ സാമ്രാജ്യത്തിൻ്റെയും സയനിസ്റ്റിൻ്റെയും രാഷ്ട്രങ്ങൾ കൊണ്ട് നിരപരാധികളുടെ ഈ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കില്ലായിരുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ ചിന്തിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകൾ പിടികൂടിക്കൊന്ന് തല കീഴായി കെട്ടിത്തൂക്കിയ ഒരുത്തനില്ലേ, വിളക്കുകാലിൽ തൂക്കി ആടിയവൻ മുസോളിൻ. വേറൊരുത്തനുണ്ടല്ലോ, വിഷം കഴിച്ച് സ്വയം തലക്ക് വെടിവെച്ച് ചത്ത ക്രൂരനായ ഹിറ്റ്ലർ. ട്രംപും നെതന്യാഹുവും മുസോളിനും ഹിറ്റ്ലറിൻ്റെയും ഗതിയാണ് വരും കാലങ്ങളിൽ കാത്തുവച്ചിരിക്കുന്നതെന്ന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. യുദ്ധം കൂടുതൽ ദിവസങ്ങളിലേക്ക് പടരാതെ, സാധാരണ ജനങ്ങൾക്കൊന്നും സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു.